ലോകത്ത് മണ്ണിൽ ടച്ച് ചെയ്യാതെ വളരുന്ന സസ്യം പലതരം സസ്യങ്ങളുണ്ട്. അതിൽ ഒരു സസ്യമാണ് ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ നീരൂറ്റി കുടിക്കുന്ന ഒരു സസ്യമാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ള മരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന സസ്യങ്ങളെ പരാത സസ്യങ്ങളെന്ന് പറയുന്നു, പരാശ്രയ സസ്യങ്ങളെന്ന് പറയുന്നു. അതിൽ ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി, അതുപോലെ തന്നെ മരവാഴ, അങ്ങനെ പലതരം സസ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഇത്തിൽക്കണ്ണിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഇത്തിൽക്കണ്ണി നമ്മൾ പല വൃക്ഷത്തുമ്പിളും നമ്മൾ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ മാവുമലാണ് കാണുന്നത്. ഈ ഇത്തിൽക്കണ്ണി നമ്മൾ ആരും നടുന്നതല്ല. അത് ജീവികൾ, പക്ഷികൾ അതിൻ്റെ കായ തിന്നുകൊണ്ട് ആ കായ തിന്ന് വിസർജിക്കുന്ന സമയത്ത് അത് മരത്തിന്മേൽ വിസർജിക്കും. അങ്ങനെ വിസർജിക്കുന്ന സമയത്ത് പല സ്ഥലത്തും വിസർജിക്കും. അപ്പോൾ മരത്തുമ്മൽ വിസർജിക്കുന്ന സമയത്ത് ആ കായ വളരെ പശയുള്ളൊരു കായയാണ് ഇത്തിൽക്കണ്ണീൻ്റെ കായ. അതൊരു ചെറിയൊരു കായയാണ്. ആ നല്ല പശയുള്ള കായ ആയതിൽ തന്നെ ആ മരത്തിനെ ഒട്ടിപ്പിടിച്ചതിന് തൽഫലമായി അത് മഴക്കാലത്ത് അത് മുളച്ച് വരുന്നതാണ്. അങ്ങനെ മുളച്ച് വരുമ്പോൾ അതൊരു വേറൊരു ഇത്തിൽക്കണ്ണിയായി മാറും. അതുകൊണ്ട് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പറിച്ച് നടുന്നത് പക്ഷികളാണ്. ആ പക്ഷികൾ പ്രധാനമായും അതിൻ്റെ കായ ഭക്ഷിച്ചുകൊണ്ട് ആ കായ വിസർജിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പൊട്ടിമുളക്കുന്നതാണ്. അല്ലാതെ ആരും കൊണ്ടേ കുഴിച്ചിടുന്നതല്ല. ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഉണ്ടാവുകയുമില്ല. ഇത്തിൽക്കണ്ണി ഉള്ള മരം അത് കുറേ കാലം കഴിഞ്ഞാൽ ആ മരം പറ്റേ ഉണങ്ങിപ്പോവും. കാരണം ആ വൃക്ഷം കംപ്ലീറ്റ് ഇത്തിൽക്കണ്ണി പറ്റി പിടിച്ചിരിക്കും. കൂടുതൽ മാവുമലാണ് കാണുന്നത്. ഞാൻ ഈ ഇത്തിൽക്കണ്ണിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് ശീതപ്പഴം ഒരു പഴത്തിൻ്റെ കൊമ്പിൽ മേലും ഇത്തിൽക്കണ്ണി ഉണ്ടായതാണ്. ഇതാണ് ശീതപ്പഴം. അങ്ങനെ ഉണ്ടായ സമയത്ത് അത് വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ആ ശീതപ്പഴം കംപ്ലീറ്റ് ഇത്തിൽക്കണ്ണി ഉണക്കും. കാരണം അതിൻ്റെ 75% ജലാംശം, വെള്ളവും അതുപോലെ തന്നെ വളവും ഇത്തിൽക്കണ്ണി വലിക്കുന്നതാണ്. തൽഫലമായി ഈ ശീതപ്പഴം ഉടനെ ഉണങ്ങിപ്പോകുന്നതാണ്. ഇതാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന ഒരു സസ്യം. ഇതിൻ്റെ വലിയൊരു കൊമ്പാണിത്. ഇത് ശീതപ്പഴത്തിൻ്റെ കൊമ്പാണ്. ഈ കൊമ്പുമലാണ് ഇത്തിൽക്കണ്ണി വളർന്നത്. ഇത് വലിയ ഒരു സസ്യമായി മാറി. ഇത് ശീതപ്പഴം. ഈ ശീതപ്പഴത്തിൻ്റെ കൊമ്പാണിത്. ഈ കൊമ്പുമലാണ് ഇത്തിൽക്കണ്ണി വളർന്നത്. ഇത്തിൽക്കണ്ണിയുടെ വേരാണ് ഈ കാണുന്നത്. വളരെ തുളച്ച് കയറിയിട്ടുണ്ട്. ഈ ശീതപ്പഴത്തിൻ്റെ കൊമ്പിന്മേലേക്ക് ഇത്തിൽക്കണ്ണിയുടെ വേര് തുളച്ച് കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് അപ്പാടെ വിഴുങ്ങിയ മാതിരിയാണ്. ഇതാണ് ശീതപ്പഴത്തിൻ്റെ കൊമ്പ്. ഇതുവരെയുണ്ട്. ഇത്തിൽക്കണ്ണിയാണ്. ഈ റൗണ്ടായ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണിയുടെ പൂവാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയുള്ള പൂവാണ്. ഈ പൂവിൽ നിന്നാണ് ഇത്തിൽക്കണ്ണിയുടെ കായ ഉണ്ടാകുന്നത്. ഇതാണ് ഇത്തിൽക്കണ്ണിയുടെ കായ. ഇതാണ് ഇത്തിൽക്കണ്ണിയുടെ കായ. ഈ കായ നല്ല വിളഞ്ഞ് പാകമാവുന്ന സമയത്ത് പക്ഷികൾ ഈ കായ ഭക്ഷിക്കുകയും തൽഫലമായി ഈ വിസർജിക്കുന്ന സമയത്ത് പക്ഷികൾ സ്വാഭാവികമായും ചില കൊമ്പിന്മേൽ ഇത് തങ്ങി നിൽക്കാനും ഇടയുണ്ട്. ഈ കൊമ്പിന്മേൽ വിസർജിക്കുന്ന സമയത്ത് ഇത് നല്ല പശയാണ് ഈ കായ. തൽഫലമായി ഈ പശ ഉള്ള കായ അതിന്മേൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് ഇത്തിൽക്കണ്ണിയുടെ വേറൊരു തൈ മറ്റുള്ള വൃക്ഷത്തിലേക്ക് ഉണ്ടാകുന്നത്. ഇത് പൂവിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കായ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തിൽക്കണ്ണിയുള്ള കൊമ്പുകൾ വെട്ടി മാറ്റുകയോ അല്ലെങ്കിൽ ഇത്തിൽക്കണ്ണി ചെത്തി ഒഴിവാക്കുകയോ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ മരം തന്നെ കംപ്ലീറ്റ് ഉണങ്ങിപ്പോകുന്നതാണ്. ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത്തിൽക്കണ്ണി കൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല. ആടുകൾ നല്ലോണം തിന്നും എന്ന് തോന്നുന്നുണ്ട്. വലിയ ബലമൊന്നുമില്ല. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു സംഗതിയാണ്. ഇത്തിൽക്കണ്ണി കൂടുതലും ഈ പക്ഷികൾ ഉള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാവുന്നത്. കൂടുതലും മാവുമലാണ് ഇതുണ്ടാവുന്നത്. കാരണം ഈ പക്ഷികൾ ഭക്ഷിച്ച് കാഷ്ടിക്കുന്ന സമയത്ത് മാവുമൽ കാഷ്ടിക്കുമ്പോൾ മാവിൻ്റെ തൊലി വളരെ മൃദുലമാണ്. അത് വളരെ നേർത്ത തൊലി ആയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഭക്ഷിച്ച കുരു അവിടെ നിന്ന് പെട്ടെന്ന് മുളയ്ക്കാൻ സഹായിക്കുന്ന ഒരു വൃക്ഷമാണ് മാവ്. അതുകൊണ്ട് ഞാൻ ഈ വേറൊരു ഇത്തിൽക്കണ്ണിയുടെ ഒരു കൊമ്പ് ചെത്തിയിട്ട് വേറൊരു മരത്തിന്മേൽ വെച്ച് പിടിപ്പിച്ച ഒരു രംഗമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അത് കാരണം നമ്മൾ കൃത്രിമമായി ഇത്തിൽക്കണ്ണി വേറൊരു മരത്തിന്മേൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പരീക്ഷിച്ചതാണ്. അതിന് ഞാൻ ആദ്യമായി തന്നെ
ആ ഒരു പൂളമരം അഥവാ നമ്മുടെ ഉന്നക്കായ ഉണ്ടാകുന്ന മരത്തുമ്മലാണ് ഞാൻ പരീക്ഷിക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ തൊലി ചെത്തി മാറ്റിയതിന് ഉന്നക്കായുടെ തൊലി ചെത്തി മാറ്റിയതിന് ശേഷം ഇത്തിൽക്കണ്ണിയുടെ ഈ കൊമ്പ് മെല്ലെ അവിടെ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം കവർ ചിറ്റിയതാണ്. ഇനി അത് എങ്ങനെയാണ് വളരാം എന്ന് നമുക്ക് നോക്കാം. ആ ഒരു എയർ ലെയറിങ് അഥവാ കൊമ്പ് വെച്ച് പിടിപ്പിക്കൽ പ്രക്രിയ അതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്.